കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതുപുതൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മാസ്റ്റേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്രു ചേട്ടാ ആൻഡ് വിധു ചേട്ടാ, വെൽക്കം. താങ്ക് യു. ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് കല്യാണം. കല്യാണത്തിനെ പറ്റി പറയുമ്പോൾ എത്ര വർഷമായി നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട്? വിധു ചേട്ടൻ എത്ര വർഷമായിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? 15th year. 15th year-ഓ? എന്റെ മോനെ, അടിപൊളി. പക്രു ചേട്ടന്റെയോ? 18. അപ്പൊ സീനിയർ മോസ്റ്റ് ചേട്ടനാണ്. 18 years എന്ന് പറയുന്നത്. ഒന്ന് പഴയ കാലത്തേക്ക് നമ്മൾ ആ ഒരു കല്യാണത്തിന്റെ ഒരു മൊമെന്റിലേക്ക് ആലോചിക്കുമ്പോൾ ഓർമ്മയുണ്ടോ ആ മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ? എന്റെ കല്യാണം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കല്യാണം. കാരണം എന്ന് വെച്ചാല് നാഷണൽ ഹർത്താലിന്റെ ദിവസമായിരുന്നു എന്റെ കല്യാണം. നാഷണൽ ഹർത്താൽ ഡേ അന്നായിരുന്നോ കല്യാണം? ഇന്ത്യ മുഴുവൻ, അതായത് ട്രെയിൻ വരെ തടഞ്ഞു. അങ്ങനത്തെ സമയത്ത് എവിടെ വെച്ചായിരുന്നു കല്യാണം? ഹർത്താൽ നോക്കി കല്യാണം വെച്ചാണോ? ഇല്ല എന്റെ പൊന്നെണ്ണ, ഞാൻ ഇത് വെച്ചു. അതായത് കല്യാണ ദിവസം നോക്കിയപ്പോ ഒരു ഹർത്താലുണ്ട്. അപ്പോ വിചാരിച്ചു ആ ഹർത്താലല്ലേ ചിലപ്പോ മാറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ വീട്ടിലെ റിലേറ്റീവ്സ്, മാമന്മാര്, ചിറ്റപ്പന്മാരെല്ലാരും പറഞ്ഞു അത് മാറ്റാൻ ചാൻസ് ഉണ്ട്. അടുത്തടുത്തടുത്ത് വന്നിട്ടും അത് മാറുന്നില്ല. പിന്നെ നമുക്ക് കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ? പിന്നെ അങ്ങ് നടത്തി. ഹർത്താൽ ദിനത്തിലെ അടിപൊളി കല്യാണം. എന്റെ അച്ഛന്റെ നാടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് റിലേറ്റീവ്സിനൊന്നും എത്താൻ പറ്റിയില്ല. അവസാന റിസപ്ഷൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കൂടുതൽ പേർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, എങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? കല്യാണ വീഡിയോ. ഓ, എല്ലാം വീഡിയോ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, പക്ഷെ അന്ന് കുറച്ചും കൂടെ അഭിനയിക്കായിരുന്നു, അല്ലെങ്കിൽ ഡ്രസ് അങ്ങനെ ആക്കായിരുന്നു എന്നൊക്കെ. തീർച്ചയായിട്ടും. ഇല്ലേ? ഇത് ഏത് ഇയറിലായിരുന്നു കല്യാണം? 2008. അപ്പം 2008 ഒരു ഹർത്താൽ ദിന കല്യാണമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമുക്ക് അന്നത്തെ സ്റ്റൈലും ഫാഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. യെസ്. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂ തിങ്കൾ, കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേതൊരു മുന്നാടിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. അതും വലിയൊരു ഭാഗ്യമായിരുന്നു കേട്ടോ. ആരും എടുത്ത് നിന്നത് ദാസാറ. അതെ, ദാസേട്ടനെ ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ബ്ലെസ്ഡ് ഡേ ആയിരുന്നു. ഹർത്താൽ ഡേ എന്ന് പറഞ്ഞിട്ട് ജനക്കൂട്ടം കണ്ടായിരുന്നു. അപ്പം ഹർത്താലും കൂടെ അല്ലായിരുന്നെങ്കിൽ അല്ലേ? തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും എത്താൻ പറ്റി. എല്ലാവരും പതുക്കെ സാവകാശമൊക്കെയാണ് എത്തിയതെങ്കിലും. ഓക്കെ, അതായത് ഇപ്പോഴത്തെ കാലത്തെ ഒരു കല്യാണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുണ്ട്. ഇപ്പൊ ഹൽദി, മെഹന്തി, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അത് അത്ര വലിയ ട്രെൻഡിങ് അല്ലായിരുന്നു. എക്സാക്ട്ലി. ഇന്ന് ഇപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യാറുണ്ട്, ഞാനും ഡിസ്കസ് ചെയ്യാറുണ്ട്. അതെ, അത് ഇന്നായിരുന്നെങ്കിൽ നമുക്ക് ഹൽദി ആയിരുന്നു. ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ മാരേജ്. ഇപ്പൊ ഒരുപാട് ഫൺ ഇതാക്കി ക്രിയേറ്റ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ കുറച്ച് മിസ് ചെയ്തു. അതെ, കൊള്ളാം. ഇനി അടുത്ത നമ്മൾ ഏത് ഇയറിലേക്കാണ് പോകുന്നത്? പക്രു ചേട്ടാ, ഏത് ഇയറിലാണ് കല്യാണം കഴിഞ്ഞത്? 2006 കുറച്ചുകൂടെ ഭയങ്കര ബാക്ക് അല്ലേ? അപ്പൊ അതിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഫോട്ടോസ് ആണ് കഴിക്കുന്നത്. അന്ന് വീഡിയോസ് ഉണ്ടെങ്കിലും എനിക്കൊന്നും അത് നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമുക്ക് ഫോട്ടോ നമുക്കൊന്ന് കാണാം. ഓക്കെ, യെസ്. യങ് ആൻഡ് ചാമിങ് പക്രു ചേട്ടാ. അതെ അതെ, ശൈശവവിവാഹമായിരുന്നു. ചെറിയൊരു അല്ലേ, പെട്ടെന്ന്. അതെ അതെ അതെ, കുട്ടി മീശ പക്രുചേട്ടന്. എന്നിട്ട് നാണം ആർക്കാ കൂടുതലും നോക്കി? പക്രുചേട്ടന്. പക്രുചേട്ടൻ ഒരു ചെറിയ അയവ. സൂപ്പർ സൂപ്പർ, കൊള്ളാം. പക്രുചേട്ടൻ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? അതേ തോന്നുന്നുള്ളൂ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കാരണം മാധ്യമങ്ങൾ ആരും വരരുതെന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാ. ആരും അറിയിക്കാതെ ഇത് ചെയ്തതാണ്. പക്ഷേ എന്റെ മുന്നിൽ കംപ്ലീറ്റ് ക്യാമറമാൻ. ആ ടെൻഷനകത്ത് നിന്നിട്ട് കെട്ടിനകത്ത് താലി കെട്ടിയിട്ട് ഞാൻ ഓടിക്കളഞ്ഞു. ആണോ? കൈ പിടിച്ച് റൗണ്ടും കാര്യങ്ങളും ഒന്നും അനുഗ്രഹം മേടിക്കലൊക്കെ വീട്ടിൽ വെച്ച് അത് മാത്രമല്ല, ഈ പടം എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് അത് ടെൻഷനോടുകൂടി നിൽക്കുന്ന ഈ സാധനങ്ങളാണ് വന്നത്. അതായിരുന്നു കല്യാണത്തിന്റെ ഏറ്റവും. ഏതോ ഒരടുത്ത ബന്ധു ചതിച്ചതാ വിളിച്ചു പറഞ്ഞിട്ട്. അന്നത്തെ മീഡിയ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ന്യൂസ് പേപ്പർ ചാനൽസ് ഒക്കെയാണ്. പക്ഷെ അതിന് വരാണ് ഇപ്പൊ ഈ യൂട്യൂബേഴ്സിന്റെ ഒരു ഇടിച്ചു കയറ്റവും കാര്യങ്ങളും. അല്ല, എലീനയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. ഞാനത് പ്രതീക്ഷിച്ചു. കുന്തളിപ്പായിരിക്കും കേട്ടോ, നോക്കണ്ട. ഫോട്ടോ അല്ലേ? ആ കുട്ടിയെ ഒന്ന് കണ്ടോട്ടത്. വേറെ ലെവല് കല്യാണം. ഇത് കല്യാണമല്ല കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട.
നമ്മളെ പലരും പിടിച്ചോണ്ടു, ഇതൊന്നും കാണിക്കരുത്. My mark. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്നറിയോ, ചിൽഡ്രൻസ് ഡേ. നമ്മളൊക്കെ ആഗ്രഹിച്ചൊരു സംഭവം ഇവിടെ നടന്നു. സത്യം. തലമുറ മാറ്റം അതെ അല്ലേ? വേറെ രീതിയിൽ, അതായത് നമ്മൾ പേടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തു. അല്ല ആ ചെറുക്കനാണ് ടെൻഷൻ അടിച്ചത്. അതെ, ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരുന്നു റോഹിത്ത് നിന്ന്. പക്ഷെ ഇത് കല്യാണം അല്ലായിരുന്നു, ഇത് എൻഗേജ്മെന്റ് ആയിരുന്നേ. ആ. അതിന്റെ ഒരു ഇതായിരുന്നു. നിങ്ങളുടെ എത്ര വർഷമായി? ലൈൻ അടിച്ചിട്ട് 10 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായിട്ടു. പിന്നെ ഇത് ഇതും ഈ കോവിഡ് സമയത്തായിരുന്നു. അപ്പൊ വീട്ടുകാര് ഒരു യെസ് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു ആവേശം കാര്യങ്ങളൊക്കെയാണ്. കോവിഡ് മാറി കഴിഞ്ഞ ഉടനെ ഇല്ലില്ല, കോവിഡ് ടൈമിലായിരുന്നു. ഇവരെ കോവിഡ് വരുത്തിയവര് ഏറെക്കുറെ ശരിയായിരിക്കും ചിലപ്പോൾ ട്രിവാൻഡ്രത്ത്. ഓൾറൈറ്റ്. അപ്പൊ ഇതൊക്കെ പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ടുപേരും അവിടെ നിന്ന് ഭയങ്കര തർക്കോട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, സംഭവങ്ങള് എന്തിന്റെ ആന്ന് എനിക്കറിയത്തില്ല. കല്യാണം കഴിച്ചാൽ ശരിയായില്ലെന്നോ കല്യാണം കഴിക്കണ്ടെന്നോ അങ്ങനത്തെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ നടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ച് എന്താണ് അവരുടെ പ്രശ്നം എന്ന് നമുക്ക് അങ്ങനെ തീർത്തു കൊടുക്കാം. പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഞാനും എക്സ്പേർട്ട് ആണല്ലോ ഇതില്, ന്യൂജൻ എക്സ്പേർട്ട് ആണല്ലോ. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം. അതെ, ആ തർക്കിച്ചെന്ന് അവരൊന്നും ഇങ്ങനെ കയറ്റി വിടണേ. ഞാൻ പറയണ കേക്ക്, മാമനാണ് പറയണത്, നീ കഴിക്ക്. എനിക്ക് വേണ്ട. ഇവിടെ നീ കഴിക്കണ, മാമനാണ് പറയണത്, നീ ഒന്ന് കഴിക്ക്. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? എടുത്തോ. അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ ഞാൻ തീരുമാനിക്കും. കഴിക്കണ കേസല്ലേ പറഞ്ഞിരുന്നത്. ഇതാദ്യം കഴിക്കുക, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഇതാ 2 പേരുണ്ട്, ഞാനും കൂടെ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവും. ഓക്കെ? അയ്യോ, ആപ്പിൾ കഴിക്കുന്ന കാര്യമല്ല മാമൻ പറയണ. പിന്നെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന കാര്യമാണ് മാമൻ പറയണ. അതായിരുന്നോ? സോറി. ഞങ്ങൾ മാമനും അന്തരക്കാരും സംസാരിക്കും. അല്ല, ഒന്നുമില്ല, ഞങ്ങള് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിയും കൂടെ, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേര് അവിടെ ഒരു ജഡ്ജിങ് പാനൽ ഉണ്ട് അവിടെ. ആണോ? നിങ്ങളിത് ഇവിടെ നടുക്ക് നിന്നോ. ഞാനിനി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ തുടങ്ങിക്കോണം. അങ്ങനെയാ ഡിസ്കഷൻ തീർക്കലേ ഇപ്പൊ നമ്മുടെ പരിപാടി. നീ കഴിക്കണമെന്ന് ഞാൻ പറയും, അവിടെ പോയി ഇരിക്കണവരെ കഴിക്കണമെന്ന് ഞാൻ പറയും, അതിനുശേഷം ഞാൻ ബാക്കി പറയും. എന്നാ നിങ്ങൾ നോക്കൂ. എന്താ പ്രശ്നം? എന്ത് പറ്റി? എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. മാമനല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാൻ കല്യാണം കഴിക്കൂല. എടാ, ഞാൻ നിന്നോട് പറഞ്ഞു ഈ കല്യാണം എന്ന് പറഞ്ഞൊരു പവിത്രമായ ബന്ധമാണെന്നല്ലേ. പണ്ടൊക്കെ വധുവിന്റെ വീട്ടിലേക്ക് വരനെ കൊണ്ടുവന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? കുതിരപ്പുറത്ത്. എന്താ കാര്യം? ലാസ്റ്റ് ചാൻസ് ആണ്. ആ കുതിരയെ ഓടിച്ചു പോയെങ്കിലും രക്ഷപ്പെട്ടോണം. മാമ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കുതിരപ്പുറത്ത് പോയൊരു കല്യാണം കഴിച്ചിട്ട് മാമന്റെ പുറത്ത് മാമി കുതിര കയറുന്ന പോലെ ആ പെണ്ണിന്റെ പുറത്ത് കുതിര കയറാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കല്യാണം കഴിക്കില്ല. നീ കോലി കളിക്ക് പോണം. അയ്യടാ നിനക്ക് തീരെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഗോഷ്ടി കാണിക്കണം. ഇവിടെ ഈ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം. എന്നിട്ട് മാമനും മാമിയും കൂടെ വീട്ടിൽ ഇരിക്കുമ്പോ വീട്ടിൽ ഭൂകം പോണല്ലോ. ചട്ടിയെങ്കിലായ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും. അതങ്ങനെയാണ്. തട്ടിയെങ്കിലും തട്ടിമുട്ടി ഇരിക്കട്ടെ, ചവിട്ടി പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റത്തില്ല. കല്യാണം കഴിക്കില്ല. നീ പറ്റത്തില്ല. കഴിക്കില്ല? ഇല്ല. എങ്ങനെ ഉണ്ടാണ്? എന്തോ നിനക്ക് ഇത് ലൗചിന്തം കാണിച്ചു പ്രേമം വല്ലതും ഉണ്ടോന്ന്? എനിക്ക് പ്രേമൊന്നുമില്ല, എനിക്കൊരു ബെസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ബെസ്റ്റ്. എടാ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. വേറെ സംഭവം അറിയാമോ? കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവും, കല്യാണം കഴിച്ചില്ലെങ്കിലും കുട്ടികളുണ്ടാവും. ആവശ്യമില്ല. എടാ, നിനക്കിപ്പോ 24 വയസ്സായി. ഈ പ്രായത്തിൽ കല്യാണം കഴിച്ച് നിനക്ക് ആവശ്യങ്ങൾ ഡിമാൻഡ് വെക്കാം. നിനക്കൊരു 30 വയസ്സായി കഴിഞ്ഞപ്പോ ഡിമാൻഡ് പകുതിയായി പോകും. നിനക്കൊരു 35 വയസ്സായി കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് കിട്ടണോ തോന്നുന്നു, പക്ഷെ കിട്ടൂല. ശരിയല്ലേ? പിന്നെ ഒരു 30-40 വയസ്സായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എന്നാകും. 45 വയസ്സാകുമ്പോ 2 പെറ്റതായാലും കുഴപ്പമില്ല, ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നും. 50 കഴിയുമ്പം ഡിവോഴ്സ് ആയാലും കൊള്ളാം, 2 പെറ്റതായാലും കൊള്ളാം, ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നും. ഡിമാൻഡ് വെക്കാൻ നടക്കൂല. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴേ കെട്ടിക്കും. എനിക്ക് 50 വയസ്സിലെ കാര്യമൊന്നും അറിയത്തില്ല. എന്നാലും എന്റെ ഈ പ്രായത്തിൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം. എന്തുകൊണ്ട്? തെളിയിക്കാം. എന്ത്? മാമന് കല്യാണം കഴിക്കുന്നതിന് മാമന് ഫോൺ ഉണ്ടായിരുന്നോ? അല്ല, ഫോൺ ഉണ്ടായിരുന്നു. അതിന് ലോക്ക് ഉണ്ടായിരുന്നോ? ലോക്ക് ഇല്ലായിരുന്നു. ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ മാമന്റെ ലോക്ക് എന്തോന്നാണ്? XY Z. ഈ ഇടിയപ്പത്തിന്റെ കുരുക്കുണ്ടല്ലോ, അത് പിന്നെ അഴിച്ചെടുക്കാം. മാമന്റെ ഫോണിലെ ലോക്ക് ഒരു കാലത്തും അഴിയത്തില്ല. അതെ, അങ്ങനെയാടാ. ഈ കല്യാണം കഴിച്ച് കഴിയുമ്പം എല്ലാ ഭർത്താക്കന്മാർക്കും ഉള്ളതാ. ഭാര്യ ഫോൺ എടുക്കുമ്പോ ഒരു ചെറിയ ടെൻഷൻ അല്ലേ? അതുപോലെ നമ്മുടെ ഭാര്യമാരൊന്ന് ഫോൺ ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ആദ്യം വെപ്രാളം ഉണ്ടാവില്ലേ? അതെല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ട്. അതങ്ങനെ എനിക്ക് അങ്ങനെ വെപ്രാളപ്പെട്ട് ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നീ കല്യാണം കഴിക്കും, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതാണ് ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മാമൻ ഇപ്പം എനിക്കൊരു സിനിമയ്ക്ക് പോകണം. ഞാൻ എന്ത് ചെയ്യും? ഒരു മുണ്ട് എടുത്തെടുക്കും, ഒരു ഷർട്ട് എടുത്തിടും, ബൈക്കിൽ കയറും, നമ്മൾ സിനിമയ്ക്ക് പോകും, കാണും. മാമൻ അങ്ങനെ പോകാൻ പറ്റുമോ? അതിന് എനിക്ക് പോയാ പിള്ളേരെ കുളിപ്പിച്ചിറക്കണ്ടേ?
അല്ല അത് കല്യാണം കഴിച്ച് ഞാൻ പിന്നെ പിള്ളേരെ കുളിപ്പിക്കണം. മാമിയെ കുളിപ്പിക്കണ്ടേ? ഞാൻ സഹായിച്ചു കൊടുക്കണം. സാരി ഉടുപ്പിക്കണ്ടേ? കുളിപ്പിക്കണം. പ്ലേറ്റ് പിടിച്ചു കൊടുക്കണ്ടേ? നീ ഫ്ലീറ്റ് പിടിക്കുന്ന കാര്യം പറയണോ? നീ ഫ്ലീറ്റ് പിടിപ്പിക്കുന്ന കാര്യം പറയണോ? ഒരു പുരുഷന്റെ മൗലിക അവകാശമാണ് ഭാര്യയുടെ സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കണം എന്നുള്ളത്. നമുക്ക് വോട്ടവകാശമില്ലേ? അതുപോലെ ഒരു ഭർത്താവിന്റെ അവകാശമാണ്. എലീനയുടെ ഹസ്ബൻഡ് എലീന സാരി എടുക്കുമ്പോൾ ഫ്ലീറ്റ് പിടിച്ചു തരികയല്ലേ? തരാറുണ്ട്. എനിക്ക് മുടി സ്ട്രൈറ്റ് ചെയ്ത് തരാറുണ്ട്. ആണല്ലോ. ആ, എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് തരാറുണ്ട്. അക്രമായി ചെയ്യാറില്ലേ? ഭാര്യയുടെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കാറില്ല? അമ്പലത്തിൽ പോകുന്നിടത്ത് സെറ്റ് സാരി കൊടുക്കുമ്പോൾ ഇത് പ്രതാപം ചെയ്യാറില്ലേ? പിന്നെ പിന്നെ ഇവൻ അങ്ങനെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കുന്ന കുറ്റം പറഞ്ഞു. ആ, അതൊരു കുറ്റമൊന്നുമല്ല, നല്ല കാര്യം തന്നെയല്ലേ. പറഞ്ഞു. പക്ഷെ ഫ്ലീറ്റ് തുടരുത്. ഞാൻ പ്ലേറ്റ് പിടിക്കുന്ന കാര്യം പറഞ്ഞോളൂ. കല്യാണം കഴിക്കാൻ പറ്റൂല്ലേ? എനിക്ക് പറ്റത്തില്ല. കഴിക്കടാ. എടാ എന്തിനാടാ? എടാ അത് പ്രശ്നമാകൂടാതെ. ഒരു പ്രശ്നമല്ല. ഇനി എന്ത് പ്രശ്നം വന്നാൽ ഭൂലോകം ഇടിഞ്ഞു വിടുമെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാം. ഒന്നും പറഞ്ഞു കൊടുക്കും. കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. ഞാനും ചെറിയ ഏജിൽ കല്യാണം കഴിച്ച ഭയങ്കര അടിപൊളി തീരുമാനം. നമുക്ക് ഇങ്ങനെ പാർട്ട്നേഴ്സ് രണ്ടുപേർക്കും കൂടെ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫ് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ന്യൂജൻ രീതിയിൽ ഞാൻ പറയാം. ഇനി വർഷങ്ങളായിട്ട് അതെ അല്ലേ, നല്ലതാ. ഒരു പാർട്ട്ണർ ഉണ്ടാവുന്നത് നല്ലതാ. നമ്മുടെ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ സംഭവങ്ങളൊക്കെ വരാൻ നേരത്ത് നമ്മളുടെ വിഷമങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാള് വീട്ടിൽ തന്നെ അതുപോലെ തന്നെ വിധു നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഷർട്ടിട്ട് സിനിമയ്ക്ക് പോയി കുറെ കാശ് കളഞ്ഞു, അല്ലാതെ അവിടെ പോയി ഇവിടെ പോയി, ഇതൊന്നുമല്ല, ഒരു അടുക്കും ചിട്ടയൊക്കെ ജീവിതത്തിലുണ്ടാവും. കല്യാണം കഴിച്ചാൽ നല്ലതാണെന്നാണ്. നല്ലതാണ്. നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും. ഞങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറയുന്നതല്ലേ. നിങ്ങൾ എല്ലാരും കൂടെ പറയണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. പറയേണ്ട ആൾക്കാർ പറയണം അല്ലേ? എന്റെ പൊന്നട എത്ര നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. ഇതൊക്കെ ഇവനെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല നിങ്ങൾ. നീ കല്യാണം കഴിക്കൂല? കഴിക്കാം. ഓ, എനിക്കത് മതി. ഇനി അവസാനം നിങ്ങൾ കൂടെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഈ കാര്യം ഏറ്റേക്കണം. ഉറപ്പ് പുള്ളി കല്യാണം കഴിച്ചിരിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ ഒരു മിനിറ്റ് സന്തോഷം അറിയിക്കാനായിരിക്കും. നല്ലൊരു തീരുമാനം. അരിയാട്ടണം. ലോക്ക് തുറക്കുക. അല്ല, ലോക്ക് തുറക്കണമെങ്കിൽ നമ്മുടെ കൈ ബാലൻസ് കിട്ടാൻ ഇവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്നൊരു ഫിംഗർ പ്രിന്റ് ഉണ്ടോ? എടുക്കണം. പറയടാ എങ്ങനെയാ? ചേച്ചി ചിലപ്പോ മാർക്കറ്റിൽ പോയിരിക്കും. ആരുടെ ബൈക്കിന്റെ പുറകില്? സുരേഷ് ഞാനോട്ട് വഴക്കാണല്ലോ. പിന്നെ അവിടെ അവന്റെ ബൈക്കിന്റെ പുറകിൽ എന്റെ ഭാര്യ എങ്ങനെ കയറും? അതെ, നിന്നെ കണ്ടപ്പോ മാസ്ക് ഇട്ട് മൂടിയാ, മുഖം മറച്ച ആണോ? എങ്ങനെ ഇരിക്കണം? കുറെ കൈ കെട്ടിപ്പിടിച്ചോ? അതെ, ഞാനോട്ട് പോകുമ്പോ അങ്ങനെ ചെയ്യാറില്ല. എന്നിട്ട് കയറുന്ന നീ കണ്ട? സത്യം പറയണം. അകത്തിരിക്കണ ഫോട്ടോ ഉണ്ട്, ഒന്നിട്ട് വാട്സാപ്പില്. ശരിയാണല്ലോ. സോറിടാ. ശരിയാണ്, സോറിടാ. ശരിയാ. അങ്ങനെയല്ലേ അപ്പൊ അതാണ് മാമൻ പറഞ്ഞു വരുന്നത്. കല്യാണം കഴിക്കണ്ട. ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ കഴിക്കാൻ പറഞ്ഞു. അവരെ കഴിക്കണ്ട. അവരെല്ലാം സമ്മതിച്ചെന്നെ. അവരെല്ലാം സമ്മതിച്ചിട്ട് പറഞ്ഞ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റൂല. അല്ല, അവരെല്ലാം കൂടെ പറഞ്ഞ എനിക്കൊരു മോഹം വന്ന് കല്യാണം. ആ മോഹം എനിക്കിപ്പം വിട്ട് പോയി. അല്ല പവിത്രമായ ബന്ധമാണ് കുതിരപ്പുറത്ത്. പവിത്രന്റെ മേലെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ അറിയും. അവന്റെ കല്യാണം, അവന്റെ ഒരു മോഹം കല്യാണം കഴിക്കണമെന്ന്. എന്റെ 300 രൂപ വെച്ച് വാക്ക് കൊടുക്കണം. ഞാൻ കഴിക്കാന്ന്. കഴിക്കോടാ നീ വേണ 2 പൊറോട്ട ദോശ വല്ലതും കഴിച്ചു. പക്ഷെ കല്യാണം കഴിക്കരുത്. ഞങ്ങൾ പോട്ടെ. തീരുമാനമായി ഏകദേശം. നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ഓക്കെ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ നിനക്കറിയാവോ? അതൊക്കെ എനിക്ക് അറിയാൻ മുരളി ചേട്ടാ. എനിക്കൊന്ന് പറഞ്ഞ കേക്കട്ടെ. നമ്മുടെ 5 വർഷത്തെ കാത്തിരിപ്പിന്ന് അവസാനിക്കണല്ലേ. 5 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത ഈ സൈറ്റിലെ പണി ഇന്നത്തോടെ തീരുവാ. വൈകിട്ട് കൺട്രാക്ട് വരുന്നു, എഞ്ചിനീയർ വരുന്നു, റോഡിലെ ഇൻസ്പെക്ഷൻ നടത്തുന്നു, ഒപ്പിടുന്നു, കുടിശ്ശിക ശമ്പളം മേടിച്ച് നമ്മൾ നേരെ എങ്ങോട്ട്? കാസർഗോഡ് ബന്ധെടുക്കയിലേക്ക്. എന്തെടുക്കാൻ? ഒന്നും എടുക്കാനല്ല, ബന്ധെടുക്കാൻ. എന്റെ ബന്ധു വീട്ടിൽ പോകണ്ടേ? എന്നിട്ട് നാളെ അവരുടെ വീടിന്റെ പുറകെയുള്ള മലയുടെ മണ്ടൊക്കെയുള്ള അമ്പലത്തിൽ പോയി താലി കെട്ടി മിക്സറും ടാറും മെറ്റിലും ഒന്നാവുന്ന പോലെ നമ്മളൊന്നാവും. അയ്യോ, അപ്പൊ നമ്മളവിടെ റോഡ് പണിക്കാണോ പോണ? ശവം എടി, അതൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞു. ഞാൻ നാളെ നിന്റെ കഴുത്തെ താലി കെട്ടാൻ പോവല്ലേ? അയ്യോ, ആലോചിക്കാൻ പോലും പയ്യ. ഭാര്യ ഭർത്താവ്. അതെ ചേട്ടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ആദ്യം ഉണ്ടാണ് ആങ്കൊച്ചാണെങ്കിൽ നമ്മൾ എന്ത് പേരിടും? ടാർസൻ.
ടാർസനോ? എടീ 6 മണിക്ക് പോകുന്ന ഇതിലും പറ്റിയ വേറെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പെങ്കൊച്ചാണെങ്കിൽ എന്ത് പേരിടും രണ്ടാമത്തെ? ഇല്ല മേലാത്ത ടാർ ഒഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കൊച്ചി പെണ്ണാണെങ്കിൽ എന്റെ അമ്മമ്മയുടെ പേരിട്ടാ മതി. ആ പേരെന്ന് പറഞ്ഞ കേൾക്കാം. പാറപ്പടി. പാറപ്പടിയോ? പാറക്കുട്ടി. ആറുകുട്ടി. പക്ഷേ മൂന്നാമത്തത് നിർത്തണമെന്ന് നിർബന്ധം പിടിക്കരുത്. ചവല്, ചിപ്സ്, ലോറി, വണ്ടി അങ്ങനെ കൊറേ കുട്ടികൾ നമുക്ക് വേണം. ഓ ചേട്ടാ എന്റെ രമേ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാടിത്തേൻ എല്ലാം എന്റെ പേരെ ലവ് സീൻ കഴിഞ്ഞോ? കഴിയാറായി. ഇവിടെ പണി നടക്കുന്നുണ്ടോ? ശമ്പളം കിട്ടണോ? ബില്ല് മാറി വലിയ മാറിയ ശമ്പളം വേണ്ടി വേണമല്ലോ ഞങ്ങൾക്ക് നാളെ കാസർഗോഡ് പോയി കല്യാണം കഴിക്കാൻ. അതിന് പണി കൃത്യമായിട്ട് നടക്കണം. എല്ലാ പണിയും ചെയ്തു, തൂത്ത് വൃത്തിയാക്കി. ആ എഞ്ചിനീയർ ആണെന്ന് അറിയാലോ, അദ്ദേഹം ഒരു ക്ഷിപ്ര കോപിയാ. അയ്യോ വരുന്നാള് ദുർവാസമാണ്. അതല്ല, ആള് ക്ഷിപ്ര കോപിയാണെങ്കിലും പുള്ളിക്കാരൻ ചെറിയൊരു സരസനാ. അതല്ല, ആദ്യം പറഞ്ഞ ഗോപിയാണെന്ന്, ഇപ്പൊ പറയണ സരസനാണെന്ന്. എന്റെ പൊന്നേടാവേ, നീ വിളയം കൊണ്ടാണോ ബന്ധുടക്കേക്ക് പോണത്? എന്തെടുക്കാനാടാ? പിന്നെ ഇങ്ങി വന്ന് എന്നാ കണ്ടാക്കെ രണ്ടുപേരും പോയാലും കൊള്ളാം. സൈറ്റ് ഓപ്പൺ ആവുമ്പോ ഇങ്ങ് വന്നേക്കണം. ഉറപ്പായിട്ട് വരും. പിന്നെ സാറേ, എനിക്ക് ശമ്പളം കുറച്ച് നേരത്തെ തന്നെ. എന്റെ ഈ പല്ല് ഇളകിയിരിക്കണ റൂട്ട് കനാൽ ചെയ്തിട്ട് ശരിയാക്കാനാ. ഇളകിയിരിക്കുകയാണല്ലേ? എന്റെ പെണ്ണ് ഇവിടെ 1.5 ലക്ഷം രൂപയുടെ പാലം പണിയുന്ന പിന്നെയാണ് നിന്റെ കനാല്. അതൊക്കെ ഞാൻ തരാം. പിന്നെ ഒരു കാര്യം പറയാം, നീ വന്ന് എഞ്ചിനീയർ വന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. രമേ, എഞ്ചിനീയർ വന്ന് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന് ഉത്തരം പറയണം. ഒരു കൊട്ടം മെറ്റിലിന് നിങ്ങൾ എന്തേരം ടാറാ ഇടുന്നേ? അതിന് നമ്മൾ ടാറൊഴിക്കാറില്ലല്ലോ. ഒരു കപ്പ്, അരക്കപ്പോ, 1 ടീസ്പൂൺ. മുരളിച്ചേട്ടാ അങ്ങനെയൊന്നും അല്ല, ഒരു ടാങ്കർ ലോറി. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പറമ്പിലെ ഉരുളിപ്പായസത്തിൽ 2 കപ്പലണ്ടി കിടക്കുന്ന പോലെ കാണുള്ളൂടി. അതല്ലടി അതിന് ആവശ്യത്തിനുള്ള ഉപയോഗിക്കുള്ളൂ കേട്ടോ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നാടൻ പാട്ട് പങ്കുതി കൊണ്ടാടമാണിന്നട മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ. മോനെ മരുമോനെ, നീ എന്നാടാ ഇവിടെ? ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. എടാ ഫുൾ ടൈം ഏസിക്കാതിരിക്കുന്ന നീ ഈ ടാറിട്ട റോഡിൽ വന്നിട്ട് എന്നാ സന്തോഷ വാർത്ത പറയാനാ? അതായത് ഇനി മലയാള സിനിമ ഓടാൻ പോകുന്നത് എന്റെ തലയുടെ മുകളിൽ കൂടെ ആയിരിക്കും. എടാ മലയാള സിനിമ പെട്ടിയുടെ കാലമൊക്കെ മാറി ഡിജിറ്റലാ. പിന്നെ എന്തിനാ നിന്റെ തലയെ വെച്ച് ഓടിക്കുന്നേ? സംഗതി മാമന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് എന്നാ ഈ വാർത്ത കേട്ട മാമൻ ഞെട്ടും. മാമ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. ഏത് സിനിമയില്? ഓർമ്മകൾ മാത്രം എന്നൊരു സിനിമയിൽ. സിനിമയുടെ പേരാണോ? സിനിമയുടെ പേരാണ്. നല്ല പേരോ, നല്ല പേര്. സത്യം കിട്ടുന്ന. അത് സിനിമയിൽ അവസരം കിട്ടിയിട്ട് നീ ഇവിടെ എന്തിനാ വന്നേ? അതായത് ഈ സിനിമ നടക്കുന്നത് നദിയ മൊയ്തുവിന്റെ തീരത്താണ്. ആരാ നദിയാ മൊയ്തോ? യമുന നദിയുടെ തീരത്താണ്. യമുന നദിയുടെ തീരത്തുള്ള ഒരു റോഡ്, ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്താണ് ഈ കഥ. ആ റോഡ് പണിക്കാരനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അതായത് റോഡ് പണി ചെയ്യുന്ന കർഷകൻ. കൺട്രാക്ടർ ചേടക്കാരൻ വന്ന് എന്തോ ഒരു വിട്ടുതരം പറയുന്നത്. റോഡ് പണി ചെയ്യുന്ന ആളെ കർഷകനെന്നല്ല പറയുന്നത്. ഒന്നീ ടാറ് പണിക്കാരൻ അല്ല റോഡ് പണിക്കാരൻ. റോഡ് പണിക്കാരൻ. അപ്പൊ അത് ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത ഞാൻ ഇപ്പോഴും ചോദിക്കും, നിനക്ക് സിനിമയിൽ അവസരം കിട്ടിയ നീ ടാറിങ് പണിക്ക് എന്തിനാ ഇവിടെ വന്നേ? അതായത് ഈ മമ്മൂക്കെ ഈ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ ഗുണ്ടയായിട്ട് അഭിനയിക്കാൻ വേണ്ടി ഗുണ്ടകളുടെ ചേരി പോയി കുറെ നാൾ താമസിച്ചില്ലേ? അതുപോലെ അമരത്തില് മത്സ്യത്തൊഴിലായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് കടത്തീരത്ത് കുറെ താമസിച്ചില്ലേ? അതുപോലെ എനിക്കും ഈ ടാറ് പണിക്കാരായിട്ട് അഭിനയിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കൂടെ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ഞാൻ ഈ നാച്ചുറാലിറ്റി വരാൻ, അതായത് ഇങ്ങനെ ജീവിച്ച് കാണിച്ചിട്ട് വേണം നിനക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ട്. എക്സാക്ട്ലി. മുരളി ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നേ വരെ ഒരു ചായ പോലും ഇടാൻ അറിയാൻ മേലാത്ത ഇവനാണ് സിനിമയിൽ അഭിനയിക്കാൻ ഇത്രയും മുട്ടക്കാട്ട വളർന്നിട്ട് ഒരു ചായ പോലും ഇടാറിയ എന്നാ കഷ്ടമാ. മാമൻ ഈ വർത്താനം പറയരുത്. മാമന് പണ്ട് ചൈന ജ്വരം വന്ന് കിടന്നപ്പോഴേ, ജപ്പാൻ ജ്വരം വന്ന് കിടന്നപ്പോഴേ ഞാൻ വീട്ടിൽ കാണാൻ വന്നപ്പോ മാമൻ പനിച്ച് പറിച്ച് കിടക്കോട്. ഞാൻ അപ്പൊ തന്നെ അടുക്കള കയറി 1 ഗ്ലാസ് പാലെടുത്ത് ചെരുവത്തിനകത്ത് ഒഴിച്ച് തിളപ്പിച്ച് തന്ന ആളാണ് ഞാൻ. പാല് തിളപ്പിച്ച കഥയൊന്നും കേൾക്കണ്ട. ഇവൻ പാല് തിളപ്പിക്കാനാണ് അടുക്കളയിലോട്ട് പോയി. എന്തോ ഒരു മണം കാരണം ഞാൻ എഴുന്നേറ്റ് അടുക്കള ചെന്ന് നോക്കി.
അടുക്കള ചെന്ന് നോക്കുമ്പോ എന്നതാ പാലിന് പകരം ദോശമാവ് എടുത്ത് അടുപ്പ വെച്ചിരിക്കോ. അതങ്ങ് തിളച്ചു പൊങ്ങി ഒരു 10-40 കിലോ ഒരു മുട്ടക്കാട്ടൻ ഇഡലിയായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 10-12 ദിവസം കൊണ്ടാ ഞാനത് കഴിച്ചു തീർത്ത്. അറിയാം, ഞാനും കൂടി തിന്നായിരുന്നത്. ആണല്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇയാള് മമ്മൂട്ടിനെയൊക്കെ കണ്ടിട്ടുണ്ട്, അറിയോ? മമ്മൂക്ക് ഇന്ന് രാവിലെ കൂടി ഫോണിൽ വിളിച്ചതേ ഉള്ളൂ. അതെ, മമ്മൂക്കനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? മേല് മിസ് കോളും വിടലും മെസ്സേജും വിടലും വിളിച്ചാൽ തെറി പറയുമെന്ന് പറഞ്ഞു. വീടുമായിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് സിനിമ നന്നാക്കണം. ആദ്യം നാട് നന്നാക്കണം, പിന്നെ കലാ വീട്ടിലിറങ്ങണം. അതാ മനസ്സിലാക്കണം. ഉത്തരവാദിത്വം ഇല്ലെന്ന് മാത്രം പറയരുത്. മാമൻ പണ്ട് പ്ലാവിൽ നിന്ന് വീണപ്പോഴേ ഞാൻ അപ്പൊ തന്നെ ആട്ടോയിൽ എടുത്ത് ആശുപത്രി കൊണ്ട് ആളാണ്. ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പോട്ടി കൊണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആള് കാഞ്ഞു പോയിരുന്നു. എന്നാൽ ഈ കൃത്യസമയത്ത് പ്ലാവ് വീണപ്പോ തന്നെ മറ്റാൽ അവിടെ എത്തി. അതേ സംഭവം എനിക്കറിയായിരുന്നു. മാമൻ ചക്ക വീഴുന്നതിന് മുമ്പേ മാമൻ എത്തിയൊന്നു. അത് സ്ഥിരം വീഴാറില്ല. എന്നാലും നീ സിനിമയിൽ അഭിനയിക്കാൻ പോകേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല മുരളി. കണ്ട്രാക്ക് ഇങ്ങോട്ട് വന്നേ. ഇവനെങ്ങാൻ രക്ഷപ്പെട്ട് സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആയാലേ കണ്ട്രാക്ക് ഇതിലെ റോഡേ ആൾക്കാരെന്നാ പറയുന്നത്? സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആ വില കൊണ്ട് കളയണ ജാട ഇട്ടൂടെ. എന്നൊരു കാര്യം ചെയ്, ഇവനെ തൽക്കാലം ടാറിങ് പണി പഠിക്കാൻ വന്നതല്ലേ, ഇവിടെ അഭിനയം മുരളി അങ്ങ് പഠിപ്പിക്കും. ഞാൻ എഞ്ചിനീയറെ കണ്ട് ബില്ല് പാസ്സാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പെട്ടെന്ന് കുടിശ്ശിക പൈസ ബന്ധെടുക്ക കല്യാണം എന്തിനു സൂപ്പർ സ്റ്റാർ അല്ലേ അടുത്ത് നിൽക്കുന്നേ, മേടിക്കാമല്ലോ കാശ്. ടാറ് പണിയിൽ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ടാറ്, പൊടി, അഴുക്ക്, ചിപ്സ്, മണ്ണ്, മങ്കട്ടം, മെറ്റില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിങ്കിൾ ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ടാർ ജീവനക്കാരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നിനക്ക് സിനിമ വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം. പക്ഷേ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സെൽഫി എടുക്കാൻ കൂറ ജാട സെൽഫി എടുക്കും. അതെ, എന്റെ ഓർമ്മ മാത്രം അടുത്ത ഓണത്തിന് റിലീസാവും. ഫസ്റ്റ് ഷോക്കിന് പോയി കാണണം. വേറെന്തോന്ന്? എവിടെ വീട്? കൊച്ചിയിലും. ഏതൊരു പഠിച്ച്? 8ാം ക്ലാസ് വരെ. എന്നാ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ എവരടുത്തല്ലേ ചോദിച്ചു? നിങ്ങൾ നിർത്തണം പറയണത്. മറ്റന്നാൾ ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പോകുന്ന കണ്ട്രാക്ടാണ് ഞാൻ. ഈ റൂട്ടിൽ വണ്ടി വിടാൻ നിൽക്കണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നീ ടാറിങ് പണിയെ കുറിച്ച് ആദ്യാക്ഷരം പഠിക്കാനല്ലേ ഇവിടെ വന്നത്? ഒരു വട്ടം മെറ്റില് ഒരു സിനിമ നടൻ എങ്ങനെ ഇവിടെ കൊണ്ടിടുന്നു ആക്ട് ചെയ്ത് കാണിട്ട് നിനക്ക് കവനിക്കാൻ കഴിവുണ്ടോ നോക്കണമല്ലോ. ചട്ടിയിലിരിക്കണം. ഈ മെറ്റിൽ ഇവിടെ കൊണ്ടിടണം. അഭിനയിച്ചോണ്ട് ഓക്കെ റെഡി. കൊണ്ട് എല്ലാ ജോലിയും ചെയ്തിട്ട് നമുക്ക് ചില വിശ്രമിക്കാതെ. ഇനി അടുത്തതായിട്ട് ടാറിട്ട ഭാഗത്തേക്ക് ആ ഒരു ഡപ്പയിലുള്ള ചൂട് ടാറ് കൊണ്ട് ഒഴിക്കുന്ന നടൻ. അതൊന്നും കാണിക്കും. പെട്ടെന്ന് കൊണ്ട് ഒഴിക്കണം, എന്നാലും ഒരു കട്ടിയായി പോകും. ചൂട് ടാറ് പെട്ടെന്ന് ആ ബക്കറ്റിൽ പോകും. ഇങ്ങനെ ഒച്ചടയുന്നതല്ല, അങ്ങനെയുമ്പോഴത്തേന് ടാറ് കട്ടിയായിട്ട് പാറക്കഷ്ണം പോലെ ആവത്തില്ലേ? അതേപോലെ ടാറ് പണിയിൽ ആദ്യ അക്ഷരം പഠിക്കുന്നത് എന്താണെന്നറിയോ? ടാറ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ തൂത്ത് വൃത്തിയാക്കും. അതെങ്ങനെ ഒരു സിനിമ ശൈലി അഭിനയിച്ച് കാണിച്ചേ. വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു, നീഹാരം തൂകുന്നു, അമ്മാവൻ പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഒരുപാട് കഴിവുകളുണ്ട്. നീ ഈ കഴിവുകളായിട്ട് സംവിധായകന്റെ അടുത്ത് പോയി റേഡിയേഷൻ ചെയ്താൽ നിനക്ക് സിനിമ അഭിനയിക്കാം. റേഡിയേഷൻ അല്ല, ഓഡിഷൻ. അത് ചെയ്താൽ ഉറപ്പായിട്ട് വേഷം കിട്ടും. എന്റെ ക്യാരവാൻ അവിടെ കിടക്കുന്നത്. നമ്മളൊരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും സിനിമാടന്മാർ ക്യാരവാൻ കയറി വിശ്രമിക്കണം. അതായത് നമ്മുടെ ഈ ഫുഡ് കഴിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള വലിയ ബസ്. ഇവിടെ അതൊന്നും ഇല്ല. പിന്നെ ഞങ്ങള് റെസ്റ്റ് എടുക്കണമെങ്കിൽ മറ്റേ കൂനെ പോയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ടർപ്പാള വിരിച്ചിട്ടുണ്ട് അവിടെ പോയിരിക്കും. അപ്പൊ ഇവിടെ കസേര കൊട അങ്ങനെയൊന്നുമില്ല. ടാറ് പണിയുന്ന സൈറ്റ് കസേരയോ കൊടയോ ഒന്നും കൊണ്ട് വെക്കത്തില്ല. അഥവാ നമുക്ക് ഇരിക്കണമെന്ന് തോന്നുന്നു ഒന്നിങ്ങനെ ടാറിട്ട റോഡിൽ ഇരിക്കും, അല്ലത് ഈ വീപ്പായിരിക്കും. ബ്രേക്ക് കഴിയുമ്പോ പറയണേ അടുത്ത ഷോട്ട് റെഡി വരാം. അല്ല ഈ ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലേ സിനിമയിൽ? മറ്റൊരു ഊരിട്ടെ, പെട്ടെന്ന് ഊരിട്ടെ. ഇങ്ങോട്ട് വാരാമേ, ഇത് കോരിയിടിച്ചമേ.
സുരേന്ദ്രോ, ഓ വർക്കൊക്കെ എവിടം വരെയായി? വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നു സാറേ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ് സാറേ. മിക്സർ എവിടെ? മിക്സർ എവിടെ? മിക്സർ എവിടെ? മിക്സർ എവിടെ? ഇത് കൊണ്ടുപോടാ. ശകര വൈകിട്ട് തേയില വെള്ളത്തിനൂടെ എടുത്തായിരുന്നു, പക്ഷെ കുപ്പി പൊട്ടിച്ചിട്ടില്ല, അതേപോലെ ഉണ്ട്. എടാ, കൊലക്കുടി കുടിക്കുന്ന സാധനത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ടാറും മെറ്റലെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന മിക്സർ മെഷീൻ എവിടെ? അത് ഇന്നലെ ഈ സൈറ്റിലെ പണി എടുത്തപ്പോ തന്നെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ടായിരുന്നല്ല. എനിക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത്. മിക്സർ മെഷീൻ കൊണ്ടിരുന്നു സാറേ. എന്നെ സാറാ നോക്കുന്നേ? ഫയലല്ല കയ്യിലിരിക്കുന്നേ. എന്റെ ദൈവമേ, എന്റെ കയ്യിലിരിക്കുന്ന ഫയലല്ല, പിന്നെ ഈ ഭൂമിയിലേക്ക് എത്ര അടി ഫയലിംഗ് നടന്നിട്ടുണ്ടെന്നാണ്. ഇവിടെ 25 അടി താഴ്ച 25 അടി ഓക്കെ ആണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. ഇവിടെ കുഴിക്കണം, ഇവിടെ കുഴിക്കണം, ഇവിടെ കുഴിക്കണം. സാറേ ഇവിടേക്ക് എന്തിനു സാറേ കുഴിക്കുന്നേ? അതിന്റെ അടി പൈപ്പ് കിടക്കുന്നു. അതുകൊണ്ടാ പറഞ്ഞ അവിടെ എല്ലാം കുഴിക്കാൻ വേണം, ഈ പൈപ്പ് എല്ലാം വെട്ടി പൊളിക്കാൻ വേണം. സാറേ അവിടെ കുഴിച്ച് കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടി വെള്ളം വരത്തില്ലേ? എന്റെ സുരേന്ദ്ര, ഈ മാസത്തെ എന്റെ വാട്ടർ ബില്ല് എത്രയാണെന്നറിയാവോ? 7500 രൂപ. ഈ വാട്ടർ അതോറിറ്റിക്ക് ഒരു പണി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ കഴിഞ്ഞ പേയ്മെന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നല്ലോ. ബില്ല് പാസ്സായില്ലല്ലേ? അപ്പൊ ഞാന് പേരെഴുതി ഒപ്പിട്ട് തരാം. ഇത് ഓഫീസിൽ കൊണ്ടുപോയി മാറിക്കോ, നിങ്ങളുടെ പേയ്മെന്റ് ഒക്കെ സെറ്റിൽമെന്റ് ആകും. ഓക്കെ, കൊണ്ടുപോയി മാറിക്കോ. സാറേ, സാറിന്റെ പേര് ട്രാഫിക് എന്നാണല്ലേ? ആര് പറഞ്ഞു? ട്രാഫിക് എന്ന് എഴുതി ഒപ്പിട്ടിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, ട്രാഫിക് എന്നല്ല പെണ്ണുപിള്ളേ, ഈ റഫീഖ് എന്നാ എന്റെ പേര്. ആരായിട്ട് കാശ് കൊണ്ടുവരാം. ഹലോ സാർ, സാർ പറയൂ സാർ. എത്രയും പെട്ടെന്ന് തുടങ്ങാം സാർ. ഓക്കെ എന്നാ, ശരി 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 ശരി. സുരേന്ദ്രോ, ആ ബില്ലിങ് തന്നേക്ക്. കൂട്ടിയിടാനാണ്? അല്ലല്ല, ബില്ല് പാസ്സാകത്തില്ല കേട്ടോ. ഇല്ല, ബില്ല് പാസ്സാകത്തില്ല. അതന്നെ സാറേ ബില്ല് പാസ്സാകാതെ. നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. വർത്താനോ പറയുന്നത്? പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഈ ടാറിങ് പണി തീർത്തില്ല. അത് ചെയ്തു. ഇത്ര നാൾ ഞങ്ങൾ ഇത് ശമ്പളത്തിന് ആരോട് ചോദിക്കും? എടോ, നിങ്ങളുടെ ശമ്പളത്തിന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. ഇത്രയും നാൾ നമ്മൾ ഇവിടെ 4 വരി പാതയുടെ അല്ലേ പണി ചെയ്തത്. അത് മാറ്റിയിട്ട് ഇനി 6 വരി പാതയാക്കാൻ ഓർഡർ വന്നെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ബില്ലൊന്നും ഇപ്പൊ പാസ്സാകത്തില്ല. ഞങ്ങളും തൊഴിലാളികളും കഷ്ടപ്പെട്ട പൈസ ഇല്ലെന്നോ? അങ്ങനെ പറയരുത്. ഇന്നീ ബില്ല് മാറി കിട്ടിയ പൈസ കൊണ്ട് കാസർഗോഡ് ബന്ധുരൊക്കെ പോയി കല്ലെടുക്കാൻ പരിപാടിയാ. ഞങ്ങളെ ചതിക്കുന്ന സാറേ പൈസ എത്തേ പറ്റത്തുള്ളൂ. എടാ ഭാഗ്യവാനേ, എടാ ഈ 4 വരി പാത മാറി ഇവിടെ 6 വരി പാത വന്നാ വെറും 1/2 മണിക്കൂർ കൊണ്ട് നിനക്ക് കാസർഗോഡ് എത്തല്ല. സാറേ ഞങ്ങളുടെ ബില്ല് മാറ്റാ സാറേ. എന്റെ സുരേന്ദ്ര, ബില്ല് പാസ്സാവണമെങ്കിൽ 6 വരി പാതയുടെ പണി നമ്മൾ ഇത്ര കാലം കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞോ. അയ്യോ, എന്താണോ? അയ്യോ, ഒരു അബദ്ധം പറ്റി. ഈ ടാറ് ബാക്കിലോട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒട്ടിയൊന്നും വലിച്ചളക്കണ്ണ. ഇറങ്ങാൻ നോക്ക്. അയ്യോ പോവല്ലേ? ഇല്ലില്ല, എനിക്ക് പോവല്ലേ. നീ അവിടെ തന്നെ ഇരുന്നു. അയ്യോ, അവിടെ തന്നെ ഇരുന്ന് എനിക്ക് പോണ്ടേ? എവിടെ പോവാന്? ഞങ്ങളെ കല്യാണം മുടങ്ങിക്കോ. അതേക്കാളുള്ള നിന്റെ തന്തിന് ടാറൊട്ടിയ കാര്യം. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോകും. സിനിമയിൽ അഭിനയിക്കുന്നു. ഒരു വഴിയുണ്ട്. എന്തായാലും ഇത് 6 വരി പാതയാണല്ലോ. അപ്പൊ ഉറപ്പായിട്ട് ടോളിന്റെ പിരിവ് വരും. അപ്പൊ നീ ഇതേപോലെ തന്നെ വിടുന്നു. നിനക്ക് ചുറ്റും ഞങ്ങൾ ഒരു ബൂത്ത് കെട്ടിത്തരാം. അവിടുന്ന് പൈസ പിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെ ക്യാമറയുടെ മുമ്പ് നിൽക്കും? അതിനെന്തിനാ വിഷമിക്കില്ലേ? ടോളാകുമ്പോ എങ്ങനെയാലും 10-12 CCTV കാണത്തില്ലേ? 24 മണിക്കൂർ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നൂരാ പോലെ. അയ്യോ, അപ്പൊ എന്റെ സിനിമ. നീ നേരത്തെ പറഞ്ഞ പേരില്ലേ, ഓർമ്മകൾ മാത്രം. സ്വാഗതം. എന്താണ് ഇന്ന് പോഡ്കാസ്റ്റ് വിശേഷങ്ങൾ? ഇതൊന്നുമില്ലേ? എന്താ വിളിച്ചോട്ടെ ഉഷാറില്ലാത്ത ആൾക്കാർ കാണുന്നില്ല. ഇത്തിരി ഉഷാറൊക്കെ പോഡ്കാസ്റ്റിൽ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് കേക്കട്ടെ. ചേട്ടന് ചോദ്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും. ചിന്നു പറയുന്നു കാര്യം പറയാം. അങ്ങനെ എലീന ചേച്ചി ഏതൊന്നും ആക്കണ്ട. എലീന ചേച്ചിക്ക് ഞാൻ കുറച്ച് ടാസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എലീന ചേച്ചി ടാസ്ക് അല്ലേ? എലീന ചേച്ചി ഞങ്ങൾക്ക് ടാസ്ക് തന്നിട്ടില്ല. അപ്പൊ എലീന ചേച്ചിക്ക് ഞങ്ങളുടെ വക ടാസ്ക്. അപ്പൊ പകർച്ചേണ്ടൊന്നും ഇല്ലേ? ഏയ്, ഞാൻ കുഞ്ഞല്ലേ, നമുക്ക് നമ്മൾ ഒരുമിച്ചല്ലേ. അപ്പൊ എല്ലാവർക്കും പണിയുണ്ട്. അപ്പൊ പണി നമുക്ക് ഏറ്റു വാങ്ങാം. റെഡിയാണ്? നിങ്ങൾ റെഡിയാണോ? ഞങ്ങൾ
റെഡി. ശരി, അപ്പൊ ആദ്യത്തെ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? ആ, ആരോട്? വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം എന്താണ്? വെള്ളം വീണാൽ പറ്റത്തില്ല, വെള്ളത്തിന് ഇങ്ങനെ ഒഴുകിയൊക്കെ വരും, അപ്പൊ പറ്റത്തില്ല. വെള്ളത്തിൽ വീണാൽ നനയാത്ത നനയാത്ത സാധനം. സാധനം ഐസ് കെട്ടാ. അത് അലിഞ്ഞു പോവൂലേ? എന്താ കുറിച്ചിട്ട ഇത്? ഞാൻ പറയാം. ക്ലൂ ഉണ്ടോ? ക്ലൂ ക്ലൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധനമാണ് നമ്മുടെ ദേഹത്തെ എല്ലാം. ഇതിപ്പം വിരിച്ചാണ്ടായാലും ലീന ചേച്ചിക്കായാലും പക്കുച്ചാണ്ടായാലും എല്ലാവർക്കും അതുണ്ട്. ശരി, ഞങ്ങൾ തോറ്റു. നിഴൽ. ഓക്കെ, പിടിക്കി. അതെ, നമ്മള് പകല് വെയിലത്താണ് ചാടുന്നെന്നുണ്ടെങ്കിൽ നിഴല് കരയിൽ നിൽക്കും. നെക്സ്റ്റ് ചോദ്യം. നെക്സ്റ്റ്. ഗൂഗിളിന് പട്ടി കടിച്ച് എന്ത് സംഭവിക്കും? ഗൂഗിൾ പേ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് 1 മാർക്ക്. അതാ, ഞങ്ങൾ 1 മാർക്കിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് 3ാമത്തെ ചോദ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പേന കൊണ്ട് നടക്കുന്ന ജീവി ഏതാണ്? പേന കൊണ്ട് നടക്കുന്ന ജീവി ഏതാണ്? പിന്നെ ഇത് പെൻഗ്വിൻ. ഒരു സെക്കൻഡ്. നിങ്ങളല്ലേ കാണിക്കേണ്ടത്? അത് ഞാനല്ലേ നമുക്ക് വേണ്ടി കാണിച്ചതാ. ഞങ്ങളുടെ കൂടെ ഉള്ള ഇതിനു വേണ്ടി ഞങ്ങൾ വെച്ചേക്കുന്ന ഒരാളാ. അടുത്ത ചോദ്യം പോരട്ടെ? എന്താ ചോദ്യം? ചോദ്യത്തിന്റെ കട്ടി കൂട്ടാൻ പോവാനാണ്. പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ആദ്യ തുരങ്കം ഉണ്ടാക്കിയത് ആര്? ആദ്യ തുരങ്കം. ജനറൽ നോളജ് ആണോ കുസൃതി ചോദ്യമാണോ? പെരിച്ചാഴി. ഉത്തരം ശരിയാണ്. ഏതാ ഉത്തരം ശരി? പെരിച്ചാഴി. ഓക്കെ, ആദ്യത്തെ തുരങ്കം ഉണ്ടാക്കിയത് പെരിച്ചാരിയാണ്. കറക്റ്റ് ആയിട്ട് പെരിച്ചായി. ഓക്കെ, അടുത്ത ചോദ്യം. പേരിനോട് ഇനീഷ്യൽ ഉള്ള ജീവി ഏതാണ്? ഒരു ക്ലൂ തരുമോ? പക്ഷിയാണോ, പൂച്ചയാണോ, പട്ടിയാണോ? ഒരു മൃഗമാണ്. മൃഗം. വളരെ വലിയ മൃഗമാണ് കേട്ടോ. ഇൻഷ്യൽ. ഭയങ്കര വലിയ മൃഗമാണ്. നമ്മുടെ പേരിന്റെ ഒക്കെ കൂടെ ജിറാഫാണോ? ജിറാഫിന്റെ നെക്കല്ലേ? ഏതോ മലയാളമായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. മലയാളത്തിൽ ഇംഗ്ലീഷാണോ? ചിമ്പാൻസി. കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. എലീന ചേച്ചിക്ക് 2 കിട്ടി, പൗർഷട്ടനും കിട്ടി. ഇൻഡിവിജ്വൽ ആയിരുന്നോ? അപ്പൊ എല്ലാവർക്കും 2 കിട്ടി. 2 പേർക്ക് 2 ഇല്ല, എനിക്ക് മാത്രം 2 പോയിന്റ്, ബാക്കി 2 പേർക്ക് ഓരോന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിടുന്ന ചെടി ഏതാണ്? റോക്കറ്റ് വിടുന്ന ചെടി. ചെമ്പരത്തി. സമയൊന്നുമില്ല, മലയാളത്തിൽ തന്നെ. ചെമ്പരത്തി. ക്ലൂ പറഞ്ഞു കൊടുത്തല്ലേ? ക്ലൂ ഞാൻ ഇത്ര നേരം ക്ലൂ അല്ലേ പറഞ്ഞോണ്ട്. തുമ്പ. അത് കിടിലായിരുന്നു. പക്കോട്ടേട്ടന് ഒരെണ്ണം കൂടി കിട്ടിയ എല്ലാവർക്കും 2. ചോദിച്ചോ. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടും. അല്ല, ഉയരം കൂടും. തലയുള്ളപ്പോ ഉയരം കുറയും, തല ഇല്ലാത്തപ്പോൾ ഉയരം കൂടും. അല്ല, കുറയും. കൂടും. ചോദ്യം ശരിയാവുന്നില്ലല്ലോ. ഒന്നും കൂടെ ചോദ്യം ചോദിക്കണം. തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയുള്ളപ്പം ഉയരം കൂടും. പറയാം. അതായത് തലയുള്ളപ്പോൾ ഉയരം കുറയും, തലയില്ലാത്തപ്പോൾ ഉയരം കൂടും. അവിടെ നിർത്തിക്കോ. ഓ മൈ ഗോഡ്, പക്കടച്ചേനുള്ളതാണ്. എന്താ സാധനമാണോ? അതെന്താ ഒരു ഐറ്റം? ഒരു സാധനം. ഒരു മരമാണ്. ജീവനില്ല. ക്ലൂ ആണ്. അംബ്രല്ലയാണോ? മുടിയൊന്നുമല്ല. നമ്മൾ എന്നും കാണും, വിധിച്ചുണ്ടായിട്ടുണ്ടോ എല്ലാ വീട്ടിലും. അത് എല്ലാം പല കളറിലാണ്. പല്ലാണാവോ എനിക്ക് പറയാൻ പാടില്ല. ഷേപ്പിലല്ല കേട്ടോ, എല്ലാം ഒരേ കളറിലായിരിക്കും. ഞാൻ പറയാം. തലയിണ. ഞാൻ ബില്ലോ പറയുന്നുണ്ട്. എവിടെ ബില്ലോ? ഞാൻ ബില്ലോ എന്ന് പറഞ്ഞില്ല. നമ്മളാരും കേട്ടില്ല. ഞാൻ കേട്ടില്ല. അല്ല, ഞാനിവിടെ പില്ലോ
ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്മളാരും കേട്ടില്ല. അല്ല, ദാ, 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 ദാ. ഞാൻ പറഞ്ഞു അതെ ഞാൻ ഇല്ലല്ല, ചിന്നു കേട്ടില്ലേ? സപ്പോർട്ട് ചെയ്യല്ലേ അലമ്പായി കള്ളക്കളിയൊന്നല്ല കള്ളക്കളി ആ ഓക്കെ വിട്ടേക്ക്. ക്വിസ് മാസ്റ്റേഴ്സ് തമ്മിൽ അലമ്പായി. അതൊക്കെ നമുക്ക് അസാധുവാക്കി കളയാം. ചിന്നു ക്വസ്റ്റ്യൻ ചോദിക്ക് ചിന്നു. ഇല്ല, ഒരു മിനിറ്റ്. എല്ലാവർക്കും 2-2. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം ചോദിച്ചോ. ചിറകില്ലാത്ത കിളി ഏതാണ്? പറക്കാൻ പറ്റാത്ത കിളി ഏതാണ്? പറക്കാൻ പറ്റാത്ത കിളി. ബസ്സിലെ കിളി. ബസ്സിലെ കിളി. കിളിയൊന്നും അതിനും പറക്കാൻ പറ്റില്ല. അതിനെങ്ങനെ പറക്കും? പൈങ്കിളി. അതൊന്നും ഉത്തരല്ല, അതൊന്നും കള്ളക്കളി. ചെല്ലക്കിളി. കിളിമാനൂർ. ഓക്കെ, ക്ലൂ അപ്പം ഇതില് ജയിച്ചത് നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന എന്റെ ഒരു പാട്ടാണേ. പാടട്ടെ? സുറുമക്കണ്ണെന്തിന് മൈലാഞ്ചി എന്തിന് പൊന്നും കൊടത്തിന് പൊട്ടത്തിന് പെണ്ണെ നീയും നിർത്തിക്കോ. വൈകുന്നേരം കൂടെ നിർത്തിക്കോ. വൈകുന്നേരൊക്കെ ഒരു പരിധിയുണ്ട്. പ്രേമലു. സൂപ്പർ, അടിപൊളി ഗിഫ്റ്റ്. ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇവിടെ ഇഞ്ച് മരണ പോരാട്ടം നടത്തിയത്. എനിക്ക് സന്തോഷമായി. ഇതിലും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാനില്ല. സൂപ്പറായിരുന്നു. അതെ, ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഞാൻ കഴിഞ്ഞിട്ടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ക്വസ്റ്റ്യൻസും കഴിഞ്ഞില്ലേ? പോഡ്കാസ്റ്റ് അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൊരു ബ്രേക്ക് പറഞ്ഞാലോ? കഴിഞ്ഞിട്ട് ഞങ്ങൾ നിന്നെ കാണിച്ചു. ഈ വഴക്ക് നമുക്ക് പുറത്തുനിന്ന് സോൾവ് ചെയ്യാം. അവന്റെ കണ്ണിൽ ലഡുവാണ്, അവടെ കണ്ണിൽ ജിലേബിയോ. അവന്റെ കണ്ണിൽ ലഡുവാണ്, അവന്റെ കണ്ണിൽ ജിലേബിയോ. ശരിയാകുന്നില്ല അതങ്ങോട്ട്. എന്താ വരി എന്തായിരുന്നു? അല്ല, അവന്റെ കണ്ണിൽ ലഡുവോ അവിടെ കണ്ണിൽ ജിലേബിയോ. മുഴുവൻ മധുരമായി. ഓ, പാരഡി ആണോ? അല്ല, മാറ്റി പഠിക്കാനും ഒരു മാറ്റി പിടിക്കാനോ? അവന്റെ കണ്ണിൽ വാളംപുളി, അവിടെ കണ്ണിൽ കുടംപുളി. പുളിയായി പോവല്ലേ? കുടംപുളി ചേർത്ത് ഏത് സാധനം വെച്ചാലും കിടുക്കാനായിരിക്കും. ഈ പാട്ട് കുടംപുളി വെച്ച് ചേർത്ത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ ഒരു ശകലം എടുത്ത് കൈ വെച്ചിന് ഒറ്റ നക്ക് വെക്കാം. സൂപ്പറായിരിക്കും, കിടുക്കാൻ പാട്ടായിരിക്കും. ആരാന്ന് മനസ്സിലായില്ല ചേട്ടൻ. ഞാന് ഈ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നും വരുന്ന പാട്ട്, തെലുങ്ക്, കന്നഡ എന്നുള്ള ചിത്രങ്ങളുണ്ടല്ലോ, അത് മൊഴി മാറ്റി എഴുതുന്ന ആളാണ്. പാട്ടിലെ വരികള് മൊഴി മാറ്റി എഴുതുന്ന ആളാണ് ഞാൻ. പേര് ഞാൻ രസലയ്യ കുമാർ എന്നാണ്. ഈ പറഞ്ഞ പാട്ടിനെ ബാക്കി പലവിയുണ്ട് കേട്ടോ. അവിടെ പ്രേമം കൂൾ ഡ്രിങ്ക്സില, അവന്റെ പ്രേമം സർബത്തില. അവിടെ പ്രേമം കൂൾ ഡ്രിങ്ക്സില, അവന്റെ പ്രേമം സർബത്തില. കുലുക്ക് സർബത്ത്, കുലുക്ക് സർബത്ത്, കുലുക്ക് 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 സർബത്ത്, കുലുക്ക് 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 കുലുക്ക്. അല്ല, ഇത് കുലുക്കണം. കാരണം ഇതിന്റെ പ്രൊഡ്യൂസറെ ഈ ഗുജറാത്തിലെ ലാത്തൂർ എന്ന പ്രദേശത്തെ ഭൂകമ്പം ഈ കുലുക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. പുള്ളി പറഞ്ഞത് ഈ പടം തിയേറ്ററിൽ വന്നാൽ തിയേറ്റർ കിടന്ന് നന്നായിട്ട് കിടന്ന് കുലുങ്ങണമെന്ന്. നമുക്ക് കുലുക്കാൻ തയ്യാറാ, പക്ഷേ നമുക്ക് കിലുക്കം കിട്ടിയാ മതി. ഈ തെലുങ്ക് മാത്രമേ ഉള്ളൂ അതോ വേറെ ഭാഷ ഒക്കെ? തെലുങ്ക്, കന്നഡ, എന്നട, പൊന്നട ഇഷ്ടം പോലെ ഹിന്ദിയിലൊക്കെ ചെയ്തോണ്ട് ഞാൻ. പിന്നെ ഷാരൂഖ് ഖാന്റെ ഈയിടെ വന്ന പടം ഉണ്ടല്ലോ, ഞാനാ ചെയ്തത്. ഏത് പാട്ട്? അതിനകത്ത് ഡൂയിറ്റ് പാട്ടുണ്ട്. ഡൂയിറ്റ് പാട്ടുണ്ടല്ലോ, ഡൂയിറ്റ്. ഷാരൂഖ് ഖാൻ വിളിക്കാറുണ്ടോ? ഉണ്ടെന്ന് എന്നെ വിളിച്ചത്. ഈ പടം ഇറങ്ങിയോണ്ട് എന്നെ വിളിച്ചു. ഷാരൂഖ് ഖാൻ എന്നെ വിളിച്ചു. ഫോണുകൾ പറഞ്ഞാണെന്നറിയോ, പറഞ്ഞെന്നെ വിളിക്കാറുണ്ട്. ആണല്ലേ? ഇവരൊക്കെ വിളിച്ചിട്ട് എന്താ വരി എഴുതാൻ പറയും? വരി എഴുതാൻ പറയും ഇവരൊക്കെ എഴുതാൻ പറയും. ഞാൻ എഴുതി അതിന്റെ പാട്ടിന്റെ സാധനം ഞാൻ എഴുതി. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം പാട്ടിന്റെ. ജവാനിലെ എന്ത് പറ്റി? കടിച്ചെന്തെങ്കിലും? അല്ല ഈ കന്നഡ നിറങ്ങുന്ന അല്ലെങ്കിൽ ഏത് സിനിമയിൽ നിന്നുള്ള പാട്ടായാലും അന്യഭാഷാ ചിത്രമാകുമ്പോ ഒരു പുട്ടിന് പീരയിടുന്ന പോലെ ഒരു പെണ്ണിന്റെ ഷീൽക്കാരി വിട്ടു കൊടുക്കണം. അതിൽ കൂടെ തുടങ്ങിയാൽ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. അത് കേട്ട് കഴിയുമ്പോ അവിടെ ഇരുന്ന് പോകും. പിന്നെ അങ്ങോട്ട് ഓട്ട കഴിച്ച് അങ്ങ് പോവാ. അപ്പൊ അത് കിട്ടണം. അതുകൊണ്ടാണ് ഇത്. ഒരു പാട്ട് പാടിക്കേ. അപ്പൊ മോനെ ഒരു
5.5 കട്ട ഒരു 6 കട്ടക്കോ 10 കട്ടക്കൊക്കെ ഒരു പിടി പിടിച്ചോ. ഇതെന്താ അപ്പൊ ഒന്ന് ഇട്ട് നോക്കട്ടെ. വീട് പണി മ്യൂസിക് ഇട്ട മോനെ. ഹലോ ആളില്ലേ? ഉണ്ട് ഉണ്ട് മോനെ ഇട്ടേടാ ഇട്ടേ ആരോ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ചോ. കളയല്ലേ, എന്നെ ഇട്ടു പോകല്ലേ. അങ്ങനെ പിടിച്ചോ. ഗോപാലേട്ടാ ഗോപാലേട്ടാ അയ്യോ കള്ളു വാങ്ങാൻ കാശില്ല, കഞ്ചാവേനും കാശില്ല, പനി ചുമയും വന്നു പോണു കൈവിറങ്ങണു പിള്ളാരെ. ഒന്ന് ബലിച്ചാൽ തെറ്റില്ല, 2 എണ്ണത്തിന് നിർത്തില്ല. പുകബലിച്ച് ആ പുകബലിച്ചു കുടല് ചുരുക്കി കുറഞ്ഞു കുറഞ്ഞു കുത്തും പിള്ളാരെ. ഗോപാലേട്ടാ ഗോപാലേട്ടാ നിനക്ക് എന്നാടാ ചേട്ടാ relax. അതെ ചേട്ടൻ എന്തിനാണ് ശരിക്കും ഈ ഫ്ലോറിൽ ഇപ്പൊ വന്നെന്തിനാ? ഞാൻ വന്നത് മറ്റൊന്നുമല്ല, ഈ ഇരിക്കുന്ന വിധുപ്രതാപ് അദ്ദേഹം ഒരുപാട് അന്യഭാഷ ചിത്രങ്ങൾ പാട്ട് പാടുന്ന ആളാ. അതെ. അപ്പൊ ഞാന് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗാനം, അല്ല ഗാനമാണ്, ഞാൻ മലയാളത്തിൽ എഴുതിയാണ്, അത് കന്നഡയിലേക്ക് റീമേക്ക് ചെയ്യുക. അതെന്നാ കന്നഡ സാധനം നമ്മൾ ഇങ്ങോട്ട് റീമേക്ക് ചെയ്യുക, അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അതെ, ഞാൻ വരികൾ എഴുതി വെച്ചിരിക്കുകയാണ്. ശരി. അപ്പോ വിധുപ്രതാപ് നന്നായിട്ട് ട്യൂൺ ചെയ്യുന്ന ആളാന്നുള്ളത് നന്നായിട്ട് മ്യൂസിക് പറയുമ്പോ കൃത്യമായിട്ട് പറയണ്ടേ. അപ്പോ എന്റെ ഒരു 2-3 വരികൾക്കൊന്നു ജസ്റ്റ് ഒന്ന് 2 കവള് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഒന്ന് വന്നാൽ 2 കവള് കൊടുക്കുന്നു. അതിപ്പോ വരികൾ പറഞ്ഞ കേക്കട്ടെ. വരികളൊന്നുമില്ല. ഹിമാലയത്തിൽ പോയിടാ, ഹിമാലയത്തിൽ പോയിടാ. എന്നാ വരിക. ഹിമാലയത്തിലെ 2 യുവബന്ധനങ്ങൾ പോവാ. അതെ അതെ. ഹിമാലയത്തിൽ പോയിടാം, മഞ്ഞുമലയിൽ കേറിയിടാം. മലയത്തിലെ മഞ്ഞുമല ഇവിടെ കേറിയിടാം. ഐസ് വാരി തിന്നിടാം. ഐസില്ലേ, അത് ചുമ്മാ മണക്ക തിന്നാം. പനി പിടിച്ച് ചുമ പിടിച്ച് മരുന്ന് വാങ്ങി തിന്നിടാം. ആ ഈടാമാണ് പ്രാസം അല്ലേ? അത് ഐസ് പനി പിടിച്ചു പോയി തിന്നിടാം. പിന്നെ ഇതിന്റെ പല്ലവി അനുപല്ലവി എന്ന് പറയുന്നത്, ആടുന്ന ആടിനെ ആരു കറക്കണം, ടും ടും ടും. വേണമെങ്കിൽ ടും ടും ഇടാം, താങ്കൾ ഇഷ്ടം പോലെ. മ്യൂസിക് ഇടാം, അല്ലെങ്കിൽ ടും ടും ഇല്ലാതെ വേണം പോവാം. പിന്നെ പാടുന്ന പശുവിനെ പാടി കറക്കണം. ബാക്കിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടോളാം. അതെങ്ങനെ സാറേ ഒന്ന് പ്ലീസ് ഒന്ന് പാടിക്കേ. ചേട്ടൻ തന്നെ ട്യൂൺ ഇട്ടൊന്ന് പാടിട്ടോ. എന്തെങ്കിലും മനസ്സിൽ കാണുമല്ലോ, എഴുതുന്ന നേരത്തെ ഒരു ട്യൂൺ കാണുമല്ലോ മനസ്സിൽ, അതൊന്ന് പാടിക്കോ കേക്കട്ടെ. ട്യൂൺ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അല്ല ഒന്ന് ഹിമാലയത്തിൽ പോയിടാ, മഞ്ഞുമലയിൽ കേറിടാ, ഐസുവാരി തിന്നിടാ, പനി പിടിച്ച് ചുമ പിടിച്ച് മരുന്ന് വാങ്ങി തിന്നിടാ, പനി പിടിച്ച് ചുമ പിടിച്ച് മരുന്ന് വാങ്ങി തിന്നിടാ. ആടുന്ന ആടിന് ആറു കറക്കണം, ആടുന്ന പശുവിനെ പാടി കറക്കണം. എന്റെ മാട എന്റെ മാട പൊന്നു ചേട്ടാ, ഈ വരിക്ക് ഈ ട്യൂണാണ് കറക്റ്റ്. എന്റെ അഭിപ്രായത്തിൽ ഇത് ചേട്ടൻ തന്നെ പാടുകയും ആണോ? അല്ല ഒരു കാര്യം, ഇത് പാടി അടിച്ചു പൊളിച്ചു ഇത് പേരെടുത്തു. ഇല്ല വേണ്ട, അല്ല ഇത് 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 എന്താണ്, ഓരോ പാട്ടിനും ഓരോ നമ്മള് ദാസാർ പറയുന്ന പോലെ ഓരോ അരിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, ഈ പാട്ട് ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നു. അല്ല ഞാൻ ഉദ്ദേശിച്ചത് വിജു പാടി പേരെടുത്താലേ കാശ് മൊത്തം ഞാൻ എടുത്തോളാം, അതാ ഉദ്ദേശിച്ചത്. ഇല്ല ചേട്ടൻ അങ്ങ് പാടിക്കോ വേണേ, അതാണ് നല്ലത്, കറക്റ്റ്. ഞാൻ വന്ന് വെറുതെ പോയി. നമ്മൾ അടുത്ത പ്രോജക്റ്റിൽ കൂടും. അല്ല ഒരു ട്യൂൺ ചെയ്യാൻ വേണ്ടി നമ്മള് സാറല്ല, അന്യഭാഷാ ചിത്രങ്ങൾ ഇനി പാടുമ്പോ നമ്മളൊക്കെ ഒന്ന് ഓർത്താക്കണം, അത്രേ ഉള്ളൂ. ചേട്ടാ കുഴപ്പമില്ല, ചേട്ടൻ എന്തായാലും ഈ സ്റ്റേജിൽ വന്നു, നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അല്ല പോകുന്നതിന് മുമ്പ് ഒരു പാട്ട് വേണമെങ്കിൽ പാടാനുള്ള അവസരം തരാം. നമ്മളൊന്ന് സഹായിക്കുന്നു കണ്ടിട്ട് നമ്മള് അതേ പറയാ, പാടാനുള്ള അവസരം തരാം. നമ്മള് സഹകരിക്കുമല്ലോ. ചേട്ടൻ ഇവിടെ നിന്ന് പാട്ട് പാടിട്ട് വെക്കോ, പാട്ട് ഇടിച്ചിരിക്കരുത്. അവിടെ ചെന്നാ നമ്മള് പറഞ്ഞാലേ ഡോർ ഓർക്കുള്ളൂ. പറഞ്ഞു പുള്ളിക്കാരൻ ഒന്ന് പാട്ട് പാടിയിരുന്നെങ്കിലേ
ഞാൻ പിന്നെ വെറുതെ വൈൻഡപ്പ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആൾക്കാർ അപ്പൊ തന്നെ അങ്ങ് പോയേനെ. ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മള്. അല്ലെന്ന് ഞാൻ വെറുതെ ഇനിയിപ്പോ ഒരു ഡയലോഗ് അടിക്കണ്ടേ വൈൻഡപ്പ് എന്ന്. ഒത്തിരി ബുദ്ധിമുട്ട് മോളെ. എന്നവനെ വേണ്ട വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാം. യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും പ്രേക്ഷകരെ ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം കാണാം. Bye.